BDJSന്റെ രൂപീകരണ വേളയിലെല്ലാം താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി അവർ പല കാര്യങ്ങളും നേടുന്നു. അതേസമയം ഭൂരിപക്ഷമുള്ള സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്നു. ആ സ്ഥിതിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അല്ല, അത് ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഇപ്പം ഈ പറയുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള വിഘടനം ഒരു വിഘടിച്ച ചിന്താഗതി ഉണ്ടാക്കാൻ കാരണവരാണ് യഥാർത്ഥത്തിൽ UDF ഉം LDF ഉമാണ്. ഇവിടെ മാറി മാറി വന്ന ഈ രണ്ട് സർക്കാരുകളും പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും അസംഘടിത ഭൂരിപക്ഷത്തെ പരിപൂർണമായും ഒഴിവാക്കുന്ന നിലപാടെടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ അതാണല്ലോ സാമൂഹ്യനീതി വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. എന്താണ്? ക്രിസ്ത്യാനിക്ക് കിട്ടേണ്ടത് ക്രിസ്ത്യാനിക്കും, മുസ്ലിമിന് കിട്ടേണ്ടത് മുസ്ലിമിനും, ഹിന്ദുവിന് കിട്ടേണ്ടതും ഹിന്ദുക്കളുടെ വിവിധ വിഭാഗങ്ങൾക്കും അവർക്ക് ജനസംഖ്യാനുപാതികമായി അവരുടെ അവകാശങ്ങൾ നൽകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും ക്രിസ്ത്യൻ സമുദായത്തിനോ മുസ്ലിം സമുദായത്തിനോ എതിരല്ല ഞങ്ങൾ. അവർക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കും. ചൗരവ വിഷയം ഉണ്ടായ സമയത്ത് എന്താണ് ഞങ്ങൾ പറഞ്ഞത്? വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, ഇവിടുത്തെ ഇതേ പ്രശ്നം ക്രിസ്ത്യാനിക്കും മുസ്ലിമും ഉണ്ടായാലും അവരോടൊപ്പം NDA ശക്തമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് വിശ്വാസികളോടൊപ്പം ഇപ്പോൾ ഇതേ പ്രശ്നം നാളെ പള്ളികൾക്കുണ്ടാകാം, നാളെ മുസ്ലിം പള്ളികൾക്കുണ്ടാകാം, ക്രിസ്ത്യൻ പള്ളികൾക്കുണ്ടാകാം. അവിടെ ഉണ്ടായാൽ തീർച്ചയായും ഞങ്ങൾ അവരോട് കൂടെ നിൽക്കും.